and welcome to my YouTube channel. എന്താണ് വിശേഷം? ഇന്ന് ഈ വീഡിയോയുടെ ഐഡിയ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം. എൻ്റെ എല്ലാ വീഡിയോസിന്റെ ഐഡിയ എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അംഗക്കുടം മൈ സൗഭാഗ്യ ഹോൾ വീഡിയോ. ഞെട്ടിയോ? ഹോൾ വീഡിയോ സാധാരണ ടീനേജേഴ്സും ഭയങ്കര ചെറുപ്പക്കാരി കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ ഏജ് ഗ്രൂപ്പില് കണ്ടോ സൗഭാഗ്യ ബാക്കി പറഞ്ഞത്. അപ്പൊ അവർക്കുള്ളതാണ് ഈ ഹോൾ വീഡിയോ എന്നാണ് പൊതുവേ ഒരു പറച്ചില്ല. സൗഭാഗ്യനോട് വെച്ച് പിന്നെ അമ്മയ്ക്ക് ചെയ്താൽ എന്താന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയല്ലേ, എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അപ്പൊ ഇതൊരു പ്രചോദനമാവട്ടെ എന്റെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ. നമ്മൾ എല്ലാവരും ഷോപ്പ് ചെയ്യാറില്ലേ? ആക്ച്വലി നല്ല ഷോപ്പേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പാണ്. നമുക്ക് എന്താ പറയാ, ഒരു കൺസ്ട്രെയിൻ ഇല്ലാണ്ട് നമുക്ക് അത്യാവശ്യം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് വാങ്ങിക്കാൻ പറ്റുന്നത് നമ്മുടെ ഏജ് ഗ്രൂപ്പുകാരല്ലേ അല്ലേ? ഞാൻ അങ്ങനെയാണ്. അതെല്ലാം എടുക്കും. കണ്ടോ? സി, അപ്പൊ ഓൾഡ് ഈസ് ഗോൾഡ് അല്ലേ? ഓക്കെ, ഒരു ഹോൾ വീഡിയോ ചെയ്യണമെന്ന് കുറെ നാളായിട്ട് സൗഭാഗ്യം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു. കുറച്ച് ഹെസിറ്റന്റ് ആയിരുന്നു ഞാൻ. പിന്നെ ആലോചിച്ചു പോയി ബൈ നോട്ട്. കാരണം എനിക്ക് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, നല്ല ഡ്രസ്സസ് ഒക്കെ ഇടാൻ ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഒരു ടേസ്റ്റ് ആണ് ഇന്നത്തെ ഹോൾ വീഡിയോയിൽ വരാൻ പോകുന്നത്. എനിക്ക് പൊതുവേ ഇഷ്ടം കുറച്ചൊരു കംഫർട്ട് ഫിറ്റില് കോട്ടൺ ഡ്രസ്സസ്, എത്നിക് വെയർ ഒക്കെയാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് അതായിരുന്നു. അല്ലല്ല അല്ല അമ്മ, അതാ യു ഹാവ് ടു മെല്ലോ വിത്ത് ഏജ് അല്ലേ ചില കാര്യങ്ങളില്. ഇല്ല, ഓക്കെ, ഇതൊരു തുടക്കം മാത്രം, ഇതൊരു തുടക്കം മാത്രം. സിന്ദാബാദ് സിന്ദാബാദ്, 50+ സിന്ദാബാദ്. ഓക്കെ, അപ്പൊ ഇതൊരു തുടക്കം മാത്രം. മേ ബി അടുത്ത പ്രാവശ്യം ഞാനൊരു ജീൻസും മറ്റേ ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് ഞാനൊരു വ്ലോഗ് ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. നോട്ട് മൈ നമ്പർ 3344. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് തുടങ്ങാം. ഇതാണ് എന്റെ ഫസ്റ്റ് ഡ്രസ്. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് കളറാണ് റെഡ്. ഞാൻ ആദ്യം വാങ്ങിച്ച വണ്ടിയുടെ കളർ റെഡ് ആണ്. ഞാൻ ആദ്യം പോയ എടുക്കുന്ന കളർ ഈദർ റെഡ് ഓർ യെല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. യെല്ലോ എന്റെ ഫേവറേറ്റാ. യെല്ലോ, റെഡ് ഇസ് സപ്പോസ് ടു ബി മൈ ലക്കി കളർ. അല്ല, എന്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഇസ് ഓൾവേസ് യെല്ലോ. പക്ഷെ മൈ ലക്കി കളർ ഇസ് റെഡ്. ഓക്കെ, അതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും പോയിട്ടില്ലല്ലോ, അക്ഷരമൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന റെഡ് ആണ് എന്റെ ലക്കി കളർ. സോ ഐ സ്റ്റാർട്ട് മൈ വ്ലോഗ് വിത്ത് റെഡ് കളർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയല്ലേ പിടിക്കുന്നത്? കൈയൊക്കെ മാറിപ്പോയി, മുദ്ര മാറിപ്പോയി. അപ്പൊ കൊള്ളാമോ എന്റെ? നീ പറ, ഞാൻ ചുമ്മാ ലിപ്പടിക്കാം. My favorite color, but red is my lucky color. Red color, wow. ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ചെയ്യണോ, ഇതൊക്കെ ചെയ്യണം നിർബന്ധമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണേ ചെയ്യാം. കണ്ട, ഇതുപോലെ മകളുണ്ടെങ്കിൽ, യെസ്, ഇതേപോലെ മകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ആവാം ഗൈസ്. ഓക്കെ, സത്യമായിട്ടും പൈസ നോക്കാതെ വാങ്ങിച്ച ഒരു ബ്ലോഗാണിത്. ഞാൻ ഇഷ്ടം പോലെ വാങ്ങിച്ച് തെണ്ടി കുത്തുവാടെടുത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു പിടിച്ചാ കൊള്ളാം. എന്തായാലും ഐ എം എൻജോയിങ് കേട്ടോ. ഇനി ഡ്രസ്സിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്ലീസ് ഡോണ്ട് ഇന്ററപ്റ്റ്. ഓക്കെ, ഇതിന്റെ ഫിറ്റിങ്സ് വന്നത് നിങ്ങൾ സാധാരണ കുഴികളൊക്കെ ഭയങ്കര ഞെക്കി പിടിച്ചൊക്കെ തെക്കും ഇങ്ങനെ. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് കേട്ടോ. എനിക്കൊരു ഭയങ്കര കംഫർട്ടബിൾ ഫിറ്റ് ആണ് എനിക്കിഷ്ടം. അപ്പൊ ടൈലറിന്റെ അടുത്ത് പോയപ്പോ അവര് പറഞ്ഞു, യോ മാം, ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് വലിച്ചു തെച്ച് വീണ്ടും ഇങ്ങനെ ഷേപ്പ് ചെയ്തിടുമെന്ന്. എനിക്കത് ഇഷ്ടമല്ല. ഐ ലൈക്ക് എ കംഫർട്ടബിൾ ഫിറ്റ്. ഞാൻ പൊതുവെ അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ്. എനിക്ക് ഒന്നും എക്സ്ട്രീംസ് ഇഷ്ടമല്ല, ഒരു മോഡറേറ്റ് ആണ് എനിക്കിഷ്ടം. അതെന്റെ സ്റ്റിച്ചിങ്ങിലും കാണും, അറ്റയറിലും കാണും. സോ ഐ ലൈക്ക് എ കംഫർട്ടബിൾ ഫിറ്റ്. പിന്നെ ഈ നെക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിനൊക്കെ ഓരോ പേരൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേര് സത്യം പറഞ്ഞ അമ്മച്ചിയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് നല്ല രസമല്ലേ, അങ്ങനെ ഇങ്ങനെ വേവ് പോലെയൊക്കെ വന്ന് ഒരു വി നെക്ക്. അത് ഇട്ടപ്പോ എന്റെ ടൈലർ പറഞ്ഞത് എനിക്ക് വി നെക്കാണ് ഏറ്റവും ചേരുന്നെന്ന് പറഞ്ഞു. whatever, I am very happy. കുറച്ച് പൈസ പോയി കിട്ടി, ഒരു ആനന്ദം, പരമാനന്ദം. അത് നിങ്ങൾക്ക് ആയിട്ട് പങ്കുവെക്കുമ്പോൾ അതിൽ കൂടുതൽ എനിക്ക് സന്തോഷം. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഡ്രസ്. ഡ്വൈ എന്താണ് ഇനിയിപ്പോ അത് കിട്ടിയില്ലേലും ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കും. നീ അല്ലേ എന്റെ അടുത്ത് പറഞ്ഞു ഹോൾ വീഡിയോ ചെയ്യണം. മാറ്റി പറയാൻ സൗഭാഗ്യം, നീ ഉറച്ചു നിൽക്കും.
ഓക്കെ, അപ്പൊ ഈ ഡ്രസ്സ് കൊള്ളാമോ? ഞാൻ കുറെ ഡ്രസ്സ് ഇടും, അതിൽ ഏറ്റവും നല്ലത് എന്താണ്, അതിൽ എന്താണ് കറക്ഷൻസ് ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ. എല്ലാം കൊടുക്കും കേട്ടോ, ഞാൻ എല്ലാം കൊടുക്കും. സൗഭാഗ്യ സൗഭാഗ്യം ഫസ്റ്റ് ഡ്രസ്. ഓക്കെ, കട്ട്. യെല്ലോ ചെയ്തൊരു മസ്റ്റേർഡ് ആണ്, എന്റെ ഫേവറേറ്റ് ഷെയ്ഡ് ആണ്. യെല്ലോ പല കളേഴ്സ് ഇല്ലേ, മാമ്പഴ കളർ ഉണ്ട്, ലെമൺ യെല്ലോ ഉണ്ട്, മസ്റ്റേർഡ് ഉണ്ട്, ഒരു ബ്രൗൺ യെല്ലോ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മസ്റ്റേർഡ് ആണ്. പക്ഷെ എനിക്ക് ഓൾ ഷെയ്ഡ്സ് ഓഫ് യെല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓറഞ്ച് ഇഷ്ടമാണ്, ക്രിംസൺ ഇഷ്ടമാണ്, പറഞ്ഞു വരുമ്പോൾ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? കൊള്ളാമോ? ഈ പ്രിന്റൊക്കെ കുറച്ച് നിങ്ങൾക്ക് തോന്നുന്നു ഇതൊക്കെ ഇതിലൊക്കെ എന്ത് പുതുമയിരിക്കുന്നു എന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് കാലം ആലോചിച്ച് വേണോ വേണ്ടിയോ ഇപ്പോൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കും, എല്ലാം പൊട്ടയാവും. ഞാൻ ഇങ്ങനെ ആലോചിച്ച് എവിടെ കിട്ടും. അങ്ങനെ ഞാൻ അത്യാവശ്യം ഒരു നല്ലൊരു ടൈലറെ കണ്ടുപിടിച്ചു, അതാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് പ്രചോദനമാവണേ. നിങ്ങൾ ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ യു ജസ്റ്റ് ലീവ് വൺസ്, ഗോ ഇൻ സ്റ്റൈൽ, ഹാപ്പി ആയിട്ടിരിക്കൂ. മകനെയും മകളെയൊക്കെ കെട്ടിച്ചു വിട്ട് പഠിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് റിട്ടയർമെന്റിലാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ആലോചിക്കേ വേണ്ട, ആരെടുത്തും ചോദിക്കരുത്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. പക്ഷേ എനിക്ക് എന്റെ മകൾ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് എന്റെ പേരൊന്നും അറിഞ്ഞൂടാ, കൊള്ളാമോ കൊള്ളൂല്ലയോ? ഇത് പ്യൂർ ഡീറ്റെയിൽസ് പറയണം അല്ലേ? അതെ അല്ലേ? ഇതൊക്കെ കണ്ട എനിക്കൊന്ന് എന്നെക്കാളും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. എനിക്കൊന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ ഞാൻ ഐ വിൽ ബി വെരി ഹാപ്പി ടു നോ ഇറ്റ്. ഓക്കെ, എനിക്ക് കാഴ്ചക്ക് ഭംഗി, ഇടാൻ സൗകര്യം, കോട്ടൺ, ഇത്രയുമേ ഞാൻ നോക്കാറുള്ളൂ. എനിക്ക് കോട്ടൺ അല്ലാത്തൊരു ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ഈവൻ ദോ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഞാൻ അതൊന്നും കണ്ടിട്ടങ്ങ് വിടും. എനിക്ക് എന്താ പറയാ, ഒരുപാട് വാങ്ങിച്ചു വെക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടം എന്ന് പറയുന്നത് നല്ല പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആണ്. ആ സോഫ്റ്റ് കോട്ടൺ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി ഇതിന്റെ നെക്കൊക്കെ കണ്ടോ? ഇതിപ്പോൾ വൈഡ് നെക്കാണ്. ആക്ച്വലി ഇത് വൈഡ് നെക്ക് എന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ടൈലർ പറഞ്ഞത് ഇങ്ങനെ വെട്ടി ഇറക്കിയാലാണ് ഇത് വൈഡ് നെക്ക്. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അത്രയും വൈഡൊന്നും എനിക്ക് ഇഷ്ടമല്ല. എത്രയൊക്കെ നമ്മൾ മോഡേൺ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയോ എനിക്ക് ഉള്ളിലൊരു കാര്യം തരാ ബിഹേവ് സ്വന്തമായിട്ട് ഞാൻ പറയും. അപ്പൊ എനിക്കൊരു വൈഡ് നെക്ക് വേണം, എന്നാൽ അത് മോശമാവാനും പാടില്ല, വൾഗർ ആവാനും പാടില്ല. അങ്ങനെ നോക്കി ഞാൻ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരിക്കൽ തയ്ച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ കൊടുത്ത് രണ്ടാമത് ഇട്ടതാണ്. അപ്പൊ ഈ കൊച്ചുകുട്ടികളൊന്നും എന്നെ കണ്ട് കോപ്പി അടിക്കേണ്ട അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്റെ ഏജ് ഗ്രൂപ്പുകാരും എന്റെ കുറച്ച് താഴെയുള്ളവരും എന്റെ കുറച്ച് മേലുള്ളവരും ഒക്കെ തീർച്ചയായിട്ടും കോപ്പി അടിക്കണം. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹൗ ഈസ് മൈ ഡ്രസ്? മൈ ഫേവറേറ്റ് ഡ്രസ്. ആ സൗഭാഗ്യ പറഞ്ഞു, ചിമ്മുദ്ര കാണിച്ചു, സൂപ്പർന്ന് കാണിച്ചു അല്ലേ? കൊള്ളാം. വാവ്, ലുക്ക് അറ്റ് മൈ ടോപ്പ്. എന്ത് ഭംഗിയല്ലേ ഇത്. ഈ ഡ്രസ്സിന് പിറകിൽ ഒരു ചെറിയ കഥയുണ്ട്, പറഞ്ഞേക്കട്ടെ. അതായത് ഞാൻ ആ കടയിൽ പോയി ഇങ്ങനെ മെറ്റീരിയൽ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. സെലക്ട് ചെയ്തപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ ഉണ്ടടാ ഇത്രയുമേ ഉള്ളൂ, ഒരു ബ്ലൗസിന് പോലും തയ്ക്കും, ഒരു സ്ലീവിന് മാത്രമേ അതിന് തുണിയുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ വേറെ ഡ്രസ്സൊക്കെ എടുക്കുന്നത് എന്റെ കണ്ണ് ഇതിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്കിത് വേണം, ഇതെന്ത് ചെയ്യണം? അപ്പൊ അവർ പറഞ്ഞു അയ്യോ എനിക്കിത് വേണം, അതാ ഞാനിത് അങ്ങ് എടുക്കുക പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു എടുക്കാനായിട്ട് അതിന്റെ അകത്ത് തുണി ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പണ്ട് സൗഭാഗ്യം ഒരു കടയിൽ പോയിട്ട് ലൈഫിൽ ഒരു പ്രാവശ്യമേ സൗഭാഗ്യം ചെന്നിട്ട് ഒരു ഡ്രസ്സ് കണ്ട് സൗഭാഗ്യം ഇങ്ങനെ നിന്നു, ഒരു കാലം പൊക്കി കുക്കൊക്കെ നിൽക്കൂല പോലെ ഇങ്ങനെ നിന്നു. എനിക്ക് ആ ഡ്രസ്സ് വേണം. ഞാൻ കള്ളമേ അല്ല പറഞ്ഞത്, സത്യസന്ധമായിട്ട് പറഞ്ഞത്. സൗഭാഗ്യം ലിറ്ററലി ഇതാ ഇങ്ങനെ നിന്നു, ഒരു കാലം പൊക്കി എനിക്കത് വേണം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൊക്ക് നിൽക്കണ മാതിരി നിന്നു. സനി അത് വാങ്ങിച്ചു കൊടുത്തേ. ഞാൻ നോക്കിയപ്പോ ഞാൻ ഒരു കാലം പൊക്കി ഇങ്ങനെ നിൽക്കുക. സൗഭാഗ്യയുടെ അമ്മ ഞാൻ തന്നെ. എനിക്കിത് വേണം, എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അവസാനം അവരുടെ യൂണിറ്റ് വർക്ക് ചെയ്യുന്ന അവിടെ നമ്മുടെ കേരളത്തിന്റെ വേറൊരു ബ്രാഞ്ച് ഉണ്ട് അവർക്ക്. അവിടെ വിളിച്ചു ചോദിച്ചപ്പോ ഭാഗ്യത്തിന് ആ തുണി ഉണ്ടായിരുന്നു, അവർ തയ്ച്ചു എനിക്ക് തന്നു. അതാണ് when you really want something the nature will conspire to make it happen for you അല്ലേ? അങ്ങനെ നല്ല കാര്യങ്ങൾ വേണം നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാൻ കേട്ടോ. ചീത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ നടക്കില്ല. പക്ഷെ നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ഡോണ്ട് തിങ്ക് സോ. ഐ തിങ്ക് ഗുഡ് തിങ്സ് ഇഫ് യു നമ്മൾ വിഷ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നടക്കുമെന്ന് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, സോ അങ്ങനെ എനിക്ക് കിട്ടിയ ടോപ്പാണിത്, മൈ ഫേവറേറ്റ് ടോപ്പ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാം ഫേവറേറ്റ് ആണെന്നാണല്ലോ പറയുന്നത്. ആക്ച്വലി ഞാൻ എല്ലാം അത്ര ഇഷ്ടപ്പെട്ട് ചെറിയ കുട്ടികളെ പോലെ മനസ്സോടെ ഞാൻ വാങ്ങിച്ച ടോപ്സ് ആണ് ഇതെല്ലാം. ഇടുമ്പോൾ എനിക്ക് ഏതോ ഒത്തിരി എൻ്റെ ഒരു പകുതി പ്രായമായതുപോലെ കൂടി പോയോ അങ്ങനെ പറഞ്ഞത്. പകുതി പ്രായം എന്ന് പറഞ്ഞാൽ തീരെ പറഞ്ഞു അല്ലേ? അതെ അല്ലേ?
അപ്പൊ സൗഭാഗ്യക്കാളും ഞാൻ ചെറുപ്പമായി പോകും പകുതികൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് ഞാൻ ഐ ഫീൽ ലൈക്ക് ഹാഫ് മൈ ഏജ്. ഓക്കെ, അതാണ് ആ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് നമ്മളെ മകളൊക്കെ വീഡിയോ എടുത്ത് തരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ലുക്ക് അറ്റ് മൈ ഡ്രസ്. ഈ കളർ എന്താണ് പറയുന്നത്? തത്തപ്പച്ചയാണോ, ഏലപ്പച്ചയാണോ, പച്ചപ്പച്ചയാണോ? തൊത്താ. അയ്യടാ, ഞങ്ങളുടെ വീട്ടിൽ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ, അവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ വിട്ടു. അയ്യോ, സൗഭാഗ്യം പോലൊരു കാർട്ടൂൺ ആയിരുന്നു അത്. അന്ന് ഇങ്ങനെ തലമുടിയൊക്കെ നീട്ടി പിന്നെ ഞാൻ വിട്ടു. എപ്പോഴാ മിട്ടുവിന് എപ്പോഴും ഒരു തത്തമ്മയും കൂടി ഉണ്ടായിരുന്നു. ആ, എന്ത് കാർട്ടൂണോട് ഹിന്ദിയൊക്കെ ഇല്ലേ അത്? ആ, അയ്യോ തത്തമ്മേ തത്തമ്മേ ഞാൻ വിട്ടു. സൗഭാഗ്യയുടെ അച്ഛൻ എപ്പോഴും പറയും ഞാൻ വിട്ടു. തത്തമ്മ തത്തമ്മ. പാല് കുടിക്കുവോ തത്തമ്മ? പാലൊന്നും കുടിക്കില്ല തത്തമ്മ. കവിതയിൽ ചോദ്യമില്ല. സോ ഹൗ ഇസ് മൈ ടോപ്പ്? ഇഷ്ടപ്പെട്ടോ? സൗഭാഗ്യക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ ഒരു ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ആയിക്കോട്ടെ, സൗഭാഗ്യ ഇടുമെങ്കിൽ എനിക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. ലുക്ക് അറ്റ് ദിസ്. ഇതിന്റെ ലെങ്ത് കണ്ടോ? ഹി മേക്സ് മീ ലുക്ക് ടോൾ അല്ലേ? ഒരു നല്ലല്ലേ? അല്ല, ഇത് കുറച്ചുകൂടെ ഹൈറ്റ് തോന്നുന്നല്ലേ എനിക്ക്? കുറച്ചുകൂടെ സ്ലിം ആയിട്ട് തോന്നുന്നല്ലേ? അത്യാവശ്യം ഞാൻ കുറച്ച് ചബ്ബിയാണ് ഇപ്പോൾ. മറ്റേ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ വല്ലാണ്ട് മെലിഞ്ഞിരിക്കുകയായിരുന്നു. അത് മാറി ഒന്നും ഉരുണ്ട് തിളങ്ങിയിരിക്കണു അല്ലേ? മഴയായിരുന്നു, ഞാൻ പോയി കാറിൽ നിന്ന് എടുത്തപ്പോൾ കുറച്ച് നനഞ്ഞു പോയതാ. സാരമില്ല, വളരുമ്പോൾ പൊറുക്കും. ഓക്കെ, നമ്മള് കാലത്ത് പറയുന്നതാണ് വളരുമ്പോൾ പൊറുക്കും. സമയം എത്രയാണ്? നമ്മൾ ഇന്നലത്തെ സമയമായി എന്ന് പറയും. ഓ, ഇതൊക്കെയാണ് അന്നത്തെ ചൊറി കേട്ടോ. ഇന്നൊന്നും ചൊറിയായിട്ട് തോന്നണില്ല, ഈ പറയുമ്പോഴാണ് ചൊറിയായിട്ട് തോന്നുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈ ഗ്രീൻ. അല്ല, വേറെ ഉണ്ട്. നമ്മള് ഇതൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കണ്ടിട്ട്. എല്ലാം സീക്രട്ടാണ്. ആലിയ കട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെല്ലാം വെറുന്നു. ഓക്കെ, സോ ഐ എം സോ ഹാപ്പി. ഐ എം വെരി ഹാപ്പി. എനിക്കൊന്ന് നിങ്ങളുടെ ഇതിനു വേണ്ടി തയ്ക്കാനൊന്നും പോകണ്ട കേട്ടോ. നിങ്ങളുടെ ഇരിക്കുന്ന നല്ല ഡ്രസ്സൊക്കെ എടുത്ത് നനച്ച് വൃത്തിയാക്കി തേച്ച് ഇതുപോലൊരു വീഡിയോ ഇടൂ, പോസ്റ്റ് ചെയ്യൂ, എന്നിട്ട് എന്നെ അടുത്ത് പറയൂ, ഞാനും കാണാം. ഓക്കെ, ഞാനിപ്പോൾ കാണുന്നത് എല്ലാം കുക്കിംഗ് വീഡിയോസ് ആണ് അധികവും കാണുന്നത്. ഇതുപോലത്തെ ഹോൾ വീഡിയോസ് എൻ്റെ ഏജ് ഗ്രൂപ്പിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റിൽ ഇടണം കേട്ടോ, ഞാൻ കാണാം. ഓക്കെ, ഇതൊരു തുടക്കമാവട്ടെ ഗൈസ്, പ്ലീസ്. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഞാനും സൗഭാഗ്യം ഇനി വളർന്നു വരുന്ന സുധാപ്പു, ഞങ്ങൾക്ക് സന്തോഷം വന്നാൽ ഞങ്ങൾ കളിക്കുന്ന ഡാൻസാണിത്. അയ്യോ മോനെ, എനിക്ക് അത്ര ഞാനിപ്പോ തീരെ കുഞ്ഞു ബേബിയെ പോലെ എനിക്ക് തോന്നുന്നു. സി, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് എന്താ പറയാ, നമ്മളെല്ലാം മറന്നു പോകുന്നുള്ളത്. ട്രാൻസെൻസ് എവറിത്തിങ്, യുവർ ഏജ്, യുവർ സിറ്റുവേഷൻ, എവറിത്തിങ് ട്രാൻസെൻസ്. അതായത് നമ്മളെ സ്ഥലകാല ബോധമില്ലാതെ നമ്മൾ, അതൊരു സന്തോഷമല്ലേ? മോശമായ രീതിയല്ല കേട്ടോ, നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയ അതൊരു വലിയ കാര്യമല്ലേ? ദാറ്റ് ഇസ് വാട്ട് ഹാപ്പനിങ് ടു മീ. ഓക്കെ, ഈ ഡ്രസ്സിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, സീ ദിസ്, ഇതൊരു ആലിയ കട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് ശരിയായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത്. പിന്നെ ആദ്യം അവരെനിക്ക് തെച്ചപ്പോൾ ഇവിടെ കുറേ ഫ്ലീറ്റ്സ് വെച്ച് തന്നു, അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എനിക്കൊന്ന് ഇത് കുറച്ചുകൂടെ ഇങ്ങനെ മേലോട്ട് വരണമായിരുന്നു എന്ന് സൗഭാഗ്യം പറഞ്ഞു. യു ക്യാൻ ടെൽ മീ യുവർ കമൻസ് ടു, ബട്ട് ഐ ആം ലവിങ് ദിസ്. ഓക്കെ, സി, എല്ലാം കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ വിത്ത് നല്ല എത്നിക് ഡിസൈൻസ് ആണ് ഇതെല്ലാം. ഈ ഷെയ്ഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു വരുമ്പോൾ എനിക്ക് എല്ലാ കളേഴ്സും ഇഷ്ടമാണ് കേട്ടോ. കളർഫുൾ എന്ന് പറയില്ലേ നമ്മൾ, എല്ലാ നിറവും ഇഷ്ടം. മഞ്ഞ, പച്ച, നീല, ചുമപ്പ്, ഓറഞ്ച്, ബ്രൗൺ, മസ്റ്റേർഡ്, ബ്ലാക്ക്, വൈറ്റ്, ഓഫ് വൈറ്റ്, സിൽവർ, ഗോൾഡൻ, പേസ്റ്റൽ ഷെയ്ഡ്സ് വിട്ടാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്കൈ ബ്ലൂ, നേവി ബ്ലൂ, ഡാർക്ക് ബ്ലൂ, ഷോക്കിംഗ് പിങ്ക്, ഫ്ലൂറസൻ ഗ്രീൻ. ഇനി ഉണ്ടോ കളേഴ്സ്? എല്ലാം എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു കളേഴ്സ് ഇത് ഇടൂല അത് ഇടൂല, എനിക്കിങ്ങനെ ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത. ടീൽ എനിക്ക് ഇഷ്ടമല്ല. ഓ, സൗഭാഗ്യം കണ്ടുപിടിച്ച് പറയുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ടീൽ കുറച്ച് ഇഷ്ടമാണ്. സംഭവം കോട്ടണിലൊക്കെ വന്നാൽ ചിലപ്പോൾ ഞാൻ ടീൽ എടുക്കുമായിരിക്കും. പക്ഷെ ടീൽ എൻ്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരൂല എന്നേ ഉള്ളൂ.
എനിക്ക് പീകോക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ്. ടീലിനേക്കാൾ എനിക്ക് അതിൻ്റെ അകത്തൊരു ഒരു ബ്ലൂ ടിൻറ്റും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടീലിൽ കുറച്ചുകൂടെ ബ്ലൂ ഒഴിച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. പീകോക്ക് കളർ എന്ന് പറയില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സൗഭാഗ്യ പറഞ്ഞത് ഒരു സീ ഗ്രീൻ ആണ്, ടീൽ കളർ. അതെന്തോ കുറച്ച് ഡള്ളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കളർ ഇട്ടാൽ എനിക്ക് ചേരൂല. നിങ്ങൾക്ക് അങ്ങനെയാണോ? സൗഭാഗ്യക്ക് അങ്ങനെയാണോ? ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഡ്രസ്സ് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇട്ടാൽ ഭംഗിയില്ല എന്ന് തോന്നുമോ? എല്ലാവരും പറയും കൊള്ളൂല എന്നും പറയും. പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ്, ഇനി എത്ര പൊട്ട ഡ്രസ്സാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടൊരു സാധനം ഇട്ടാൽ എല്ലാവരും പറയും ആഴിപ്പൊളി കേട്ടോ, കൊള്ളാം. ഓട്ടെ പറയും. എനിക്കത് നമ്മുടെ ആ ഒരു എക്സൂബറൻസ് അല്ലേ നമ്മുടെ മുഖത്തൊക്കെ അതിങ്ങനെ കാണുക, എന്ന് തോന്നുന്നൊരു സാധനം. അപ്പോൾ സ്റ്റേ ഹാപ്പി, അതാണ് ഉദ്ദേശിക്കുന്നത്. നല്ല വസ്ത്രങ്ങൾ എറിയുന്നത് ഇഷ്ടമാണെങ്കിൽ പ്രമാണം പണയം വെച്ച് വാങ്ങിച്ചിടണ്ട, അത്യാവശ്യം കയ്യിൽ പൈസ വെച്ച് നമുക്ക് വാങ്ങിച്ചിടാവുന്നതാണ്. അപ്പോൾ ഒരുപാട് പിശുക്കി വെച്ചിട്ട് എന്തിനാ? നമ്മളൊരു കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചതല്ലേ, നമ്മൾ ഇനി സൂക്ഷിച്ച് വെച്ച് മറ്റൊരാൾക്ക് കൊടുത്ത് പറ്റിച്ചതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് തരണം കേട്ടോ. 20 തൊട്ട് ഒരു 45-50 വരെ എടുത്തൊക്കെ വെക്കണം. 50+ ആയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിക്കണം. പിന്നെ എടുത്ത് വെച്ച് കഷ്ടപ്പെട്ടാണ് നരകിച്ച് ജീവിക്കരുത്. അയ്യോ എന്തൊരു കഷ്ടമാണ്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരു 55 വരെയൊക്കെ നിങ്ങൾ സേവ് ചെയ്തോളൂ. അതിനുശേഷം യു എൻജോയ് ലൈഫ്. ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. കടം വാങ്ങിച്ചും പറ്റിച്ചും ഫ്രോഡ് കാണിച്ചും ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് അത്യാവശ്യം നമുക്ക് സമ്പാദിക്കാൻ പറ്റുക സമ്പാദിച്ച് അതിനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ട്രാവലാണ് ഇഷ്ടമെങ്കിൽ ട്രാവൽ ചെയ്യാം. നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ വരയ്ക്കണം, പാടാൻ ഇഷ്ടമാണെങ്കിൽ പാടണം. എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പൊക്കെ ഇഷ്ടമാണെങ്കിൽ അവരെയൊക്കെ പോയി കാണണം. കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ കുക്ക് ചെയ്യണം. തിന്നാൻ ഇഷ്ടമുണ്ടെങ്കിൽ തിന്നണം. സിനിമ കാണണമെങ്കിൽ കാണണം. സീരിയൽ കാണണമെങ്കിൽ കാണണം. യുനോ, ഡ്രസ്സ് വാങ്ങിച്ചിടണമെങ്കിൽ ഇടണം. സോ സ്റ്റേ ഹാപ്പി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് വേണം. എസ്പെഷ്യലി എൻ്റെ ഏജ് ഗ്രൂപ്പുകാർ തീർച്ചയായിട്ടും കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണ്? എൻ്റെ അടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കറക്ഷൻസ് എന്താണ്? ഇപ്പം നമ്മൾ വളരെ വേണ്ടപ്പെട്ടവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, താരം ഇങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് ഇംബൈബ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും. ഞാൻ എല്ലാം അങ്ങ് എടുത്തോളാം എന്ന് ഞാൻ കള്ളമൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെതായ ചില സ്ട്രോങ് ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്ന കമൻസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എടുക്കും. പക്ഷെ മറക്കാതെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. കാണണം. ലോട്ട്സ് ഓഫ് ലവ്.